നിങ്ങൾക്ക് സമാധാനമായോ? എന്തു നേടി നിങ്ങൾ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനോട് എന്താ നിങ്ങൾക്ക് ഇത്ര വിരോധം? ഞാൻ സേവനം ചെയ്യുന്ന ഹബീബിയ അള്ളാഹുവിന് വേണ്ടി ഖുർആനും ദറസും സ്കൂളും പഠിപ്പിക്കുന്ന ഒരു ഇൽമിന്റെ സ്ഥാപനമല്ലേ അത്? എന്നിട്ടും ഇത് പൂട്ടിക്കാൻ വേണ്ടി ചിലർ കേസ് കൊടുത്തു. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് ഈ കാണുന്ന ഷെഡിലാണ്. ബിൽഡിങ്ങിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് വന്ന ഉദ്യോഗസ്ഥർ ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. 60ഓളം മുത്തഅല്ലിമീങ്ങളുടെ പഠനം മുടങ്ങാതിരിക്കാൻ എന്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഞാൻ കണ്ടില്ല. എന്റെ വേദനകൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടവരാണ്. മാർച്ച് 15 ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇത്രയും നാൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ദീനിന്റെ ആ ശത്രുക്കൾ കൂട്ടം ചേർന്ന് റിപ്പോർട്ടടിച്ച് യൂട്യൂബിൽ നിന്നത് ഒഴിവാക്കിപ്പിച്ചു. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ എന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ ചാനൽ പോലും ചിലപ്പോൾ നിലവിലുണ്ടാകണമെന്നില്ല. അത്രമാത്രം അവർ ഞങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എത്രയൊക്കെ എന്നെ തകർക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവും ഈമാനുള്ള മുഅ്മിനീങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും ഉള്ളിടത്തോളം കാലം ഞാൻ തോൽക്കില്ല. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനും കഴിയില്ല. എന്ത് ദ്രോഹമാ ഞങ്ങൾ ചെയ്തത്? പരിസരത്തുള്ള ഹൈന്ദവർക്ക് പോലും ഞങ്ങളെ പറ്റി പരാതിയില്ല. കുഞ്ഞുങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതോ, അള്ളാഹുവിന്റെ ദിക്റും സ്വലാത്തും പഠിപ്പിച്ചു കൊടുത്തതോ, കൃത്യമായി അവരെ നിസ്കരിപ്പിക്കാൻ പഠിപ്പിച്ചതോ, ലഹരിയില്ലാത്ത മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു തലമുറയെ ഈ ലോകത്തിന് സമ്മാനിക്കാൻ ശ്രമിച്ചതോ, ഇതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണ്ടേ? കൂട്ടത്തോടെ കഴുകന്മാരെ പോലെ ഈ സ്ഥാപനത്തെ വേട്ടയാടി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളാണ് കൈപിടിച്ചുയർത്തേണ്ടത്. പെരുന്നാളിന് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പുത്തനുടുപ്പ് എടുക്കുമ്പോ ഞങ്ങളുടെ ഹബീബിയിലെ മക്കളെ നിങ്ങൾ മറക്കല്ലേ. അധികമൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു 100 രൂപയെങ്കിലും കൊടുത്ത് ഈ സ്ഥാപനത്തെ സഹായിക്കണം. അതും കഴിയുന്നില്ലെങ്കിൽ കഴിവുള്ളവരിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ഷെയറും ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് ഉപകരിക്കും. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്കും QR കോഡിലേക്കും മാത്രം നിങ്ങൾ പൈസ അയക്കുക. ഇത് സ്ഥാപനത്തിന്റെയാണ്. അതറിയില്ലെങ്കിൽ മാത്രം താഴെ കൊടുത്ത ഗൂഗിൾ പേ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് പൈസ അയക്കാം. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഈ നമ്പറിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ സഹായത്തിനായി, നിങ്ങളുടെ കനിവിനായി ഈ സ്ഥാപനം ഈ പരിശുദ്ധമായ മാസത്തിൽ കാത്തിരിക്കുകയാണ്. നിങ്ങൾ കൈവിടില്ല എന്ന പ്രതീക്ഷയോടുകൂടി